വിനീതരും ലളിതഹൃദയരുമായ മനുഷ്യരിലൂടെ പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നു. ചില മനുഷ്യജീവിതങ്ങളെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ ദൈവം വിളിച്ചു വേർതിരിക്കുന്നു. ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങളെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം ചിന്തിക്കുന്നതിനുപരിയായി എടുത്ത് ഉപയോഗിക്കുന്നു. ഇത് ഫാദർ ജോർജ് അറക്കൽ, വരാപ്പുഴ അതിരൂപതയിലെ മുതിർന്ന വൈദികരിൽ ഒരാൾ. സഭ ദൈവശാസ്ത്ര സംബന്ധികളായ നിരവധി പുസ്തകങ്ങളുടെ രചയിതാവു കൂടിയായ ഫാദർ ജോർജ് അറക്കൽ പത്രപ്രവർത്തകൻ എന്ന നിലയിലും പ്രശസ്തനാണ്. 1939 ഒക്ടോബർ 11 എറണാകുളത്ത് നായരമ്പലത്ത് അറക്കൽ വീട്ടിൽ ഔസുവിൻ്റെയും അപ്ലോനിയുടെയും മകനായിട്ടാണ് ഫാദർ ജോർജ് ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ദൈവിക ശുശ്രൂഷയിൽ താൽപ്പര്യമുണ്ടായ ജോർജ് അച്ഛൻ ബോംബെയിൽ 1964 നടന്ന 38ാം അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചു. നന്നേ ചെറുപ്പം മുതൽ ഞായറാഴ്ച ദിവസം പ്രത്യേകമായിട്ട് ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ്റെ പ്രസംഗങ്ങളാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. വികാരിയച്ഛൻ പ്രസംഗം പറയുന്നതിൻ്റെ അടുത്ത് തന്നെ ചെന്ന് ഇരിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതൽ ഈശോയെക്കുറിച്ചുള്ള വിവരം എനിക്ക് കൂടുതൽ ആകർഷകമായി തോന്നി. എങ്കിലും അത് ആരോടും പറഞ്ഞിരുന്നില്ല. ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നാളുകൾ നീണ്ടു. LP സ്കൂളിൽ, പള്ളി സ്കൂളിൽ ചേർന്നു. 4 വരെ അവിടെ പഠിച്ചു. തുടർന്ന് എടവനക്കാട് ഹൈസ്കൂളിൽ ചേർന്നു. അന്ന് 4 കഴിഞ്ഞാൽ 4:30 ക്ലാസ് ഉണ്ടായിരുന്നു. ഈ 4:30 ക്ലാസ് കഴിഞ്ഞാലാണ് 5ാം ക്ലാസ്സിലേക്ക് പ്രവേശനം. അങ്ങനെ എടവനക്കാട് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. ഒരു ക്ലാസ്സിലും തോൽക്കുവാൻ ഇടവന്നില്ല. 10ാം ക്ലാസ് പാസ്സായത് ഏതാണ്ട് ഫസ്റ്റ് ക്ലാസ്സിനോട് അടുത്ത മാർക്ക് കിട്ടിയിട്ടാണ്. ആ വർഷം തന്നെയും അതിനു മുമ്പും ഈ സ്കൂളിൽ ഒന്നുകിൽ ഞാൻ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആകുമായിരുന്നു. അക്കാലത്ത് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ് എന്നീ വിഷയങ്ങൾ പ്രത്യേകം പഠിപ്പിക്കുമായിരുന്നു. ഞാൻ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തത് സാൻസ്ക്രിറ്റ് ആയിരുന്നു. സംസ്കൃതം സ്വീകരിക്കുവാനുള്ള ഒരു കാരണം, ചിലർ എന്നോട് പറഞ്ഞു മലയാളം പഠിക്കണമെങ്കിൽ ആദ്യം സംസ്കൃതം പഠിക്കണമെന്ന്.
അങ്ങനെ മലയാളം പഠിക്കുവാൻ വേണ്ടി സംസ്കൃതമെടുത്തു. സംസ്കൃതത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ്സിന് ശേഷം വൈദികനാകുന്നതിന് വേണ്ടിയിട്ട് സെമിനാരിയിൽ ചേരുവാനായിട്ടുള്ള ശ്രമം തുടങ്ങുകയാണ്. അതുവരെയും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല വൈദികനാകുവാൻ ആഗ്രഹമുണ്ട് എന്ന്. എൻ്റെ പിതാവിൻ്റെ കൂട്ടത്തിലോ അച്ഛന്മാരാരും അന്ന് ഉണ്ടായിരുന്നില്ല. മാതാവിൻ്റെ ചാർച്ചക്കാരിയായിട്ട് ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. എന്തായിരുന്നാലും ഞാൻ നിലവിൽ മൂത്തയാളായിരുന്നു, മൂത്ത സന്താനമാണ്. അതുകൊണ്ട് അച്ഛനാകുവാൻ ഉള്ള ആഗ്രഹം പെട്ടെന്ന് അറിയിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഇളയ സഹോദരന്മാർ 4 പേരുണ്ട്, അതുപോലെ സഹോദരിമാർ 2 പേരുമുണ്ട്. എന്തായിരുന്നാലും ഞാൻ വൈദികനാകുവാൻ ആഗ്രഹിക്കുകയാണ് എന്നുള്ള അഭിപ്രായം പുറത്തുവിട്ടപ്പോൾ എല്ലാവരും അതിനോട് സമ്മതിച്ചു. ആരും എതിർത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വൈദികനാകുന്നത് ആരുടെയും പ്രേരണയോ അല്ലെങ്കിൽ ഉപദേശമോ സ്വീകരിച്ചായിരുന്നില്ല. സ്വന്തം മനസ്സാലെയാണ് ഇതിന് തുനിഞ്ഞത്. അതിൻ്റെ ഒരു കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ എറണാകുളത്ത് പെറ്റി സെമിനാരിയിൽ 2 വർഷം ലത്തീൻ ഭാഷ പഠിച്ചു. അതിനുശേഷം ആലുവ മംഗലപ്പുഴ സെമിനാരിയിലേക്ക് ഫിലോസഫിയും തത്വശാസ്ത്രവും പഠിക്കുന്നതിനായിട്ട് ചെലവഴിച്ചു. അങ്ങനെ അവിടെ 7 വർഷം. ഇതിനിടെ മറ്റൊരു ഭാഗ്യമുണ്ടായി. 1964 ബോംബെയിൽ വെച്ച് 38ാമത്തെ അന്തർദേശീയ ദീപികാരുണ്യ കോൺഗ്രസ് നടക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അന്നത്തെ പോപ്പ് പോൾ ആറാമൻ വിളംബരം ചെയ്തു, ഞാൻ ഈ ബോംബെയിലെ സമ്മേളനത്തിൽ സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അതിൻ്റെ ഫലമായിട്ട് 1965 പട്ടം കിട്ടേണ്ട എല്ലാ ബ്രദർമാർക്കും മുൻകൂറായിട്ട് ബോംബെയിൽ വെച്ച് പട്ടം കൊടുക്കുവാൻ പ്രഖ്യാപനമുണ്ടായി. അങ്ങനെ ആ ഭാഗ്യത്തിൽ എനിക്കും പങ്ക് കിട്ടുകയാണ്. അങ്ങനെ പട്ടം സ്വീകരിക്കുന്നതിനായിട്ട് ബോംബെയിലേക്ക് പോകുന്നു. അന്ന് ബോംബെയിലേക്ക് പോയത് ട്രെയിൻ വഴിയാണ്, തീവണ്ടി വഴി. പക്ഷേ ഇന്നത്തെ തീവണ്ടിയല്ല, കരിവണ്ടിയായിരുന്നു. കൽക്കരി കൊണ്ട് ഓടിക്കുന്ന വേണം. ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ബോംബെയിൽ ചെന്നപ്പോൾ ലോഹയെല്ലാം, വെളുത്ത ലോഹയെല്ലാം കറുത്ത ലോഹയായിട്ട് മാറി, കരിപ്പുക കൊണ്ട്. അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു അന്ന്. തിരിച്ചു വന്നതും ഈ ട്രെയിൻ വഴിയായിരുന്നു. അന്ന് ഇന്നത്തേതുപോലെയുള്ള യാത്രാ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 53 കൊല്ലങ്ങൾക്ക് മുമ്പാണത്. 110 ഡീക്കന്മാരാണ് അന്ന് ലത്തീൻ റീത്തിലുണ്ടായിരുന്നത്. അതിൽ വരാപ്പുഴ അതിലീപിൽ നിന്ന് സെക്കുലർ വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് മാത്രമാണ് ചാൻസ് ലഭിച്ചത്. എന്നോടൊപ്പം മഞ്ഞുമൽ ആശ്രമത്തിലെ 4 ഡീക്കന്മാർ കൂടി ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങളെ 110 ബ്രദർമാരെ 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് ആ ഓരോ ഗ്രൂപ്പിനും പട്ടം കൊടുക്കുന്നതിന് 5 കർദിനാളന്മാരെ നിയോഗിച്ചു. എനിക്ക് ലഭിച്ചത് ഒരു ജാപ്പനീസ് കർദിനാളാണ്. അങ്ങനെ ജാപ്പനീസ് കർദിനാൾ എൻ്റെ ശിരസിൽ കൈവച്ച് എനിക്ക് പൗരോഹിത്യം തന്നു. എല്ലാവർക്കും ഇപ്രകാരം പൗരോഹിത്യം കൊടുത്തതിന് ശേഷം ആ സമയത്ത് പോപ്പ് സ്ഥലത്തെത്തി. ബോംബെയിലെ ഈ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്തെത്തി. എല്ലാവർക്കുമായിട്ട് അന്തിമാശീർവാദം നൽകുകയാണ് പോൾ ആറാമൻ പാപ്പ. ബോംബെയിൽ നിന്ന് വന്നതിന് ശേഷം ആദ്യ അപ്പോയിൻറ്റ്മെൻറ്റ് എനിക്ക് ലഭിക്കുന്നത് ചേർച്ചയാട്ട് മൗണ്ട് കാർമൽ അസിസ്റ്റൻറ്റ് വികാരിയായിട്ടാണ്. അവിടെ 4 വർഷം എനിക്ക് സേവനം ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു. സാധാരണഗതിയിൽ അന്ന് അസിസ്റ്റൻറ്റുമാർക്ക് അവിടെ 2 കൊല്ലം വീതമാണ് കൊടുക്കാറ് പതിവ്. അവിടെ നിന്നും എനിക്ക് വീണ്ടും അപ്പോയിൻറ്റ്മെൻറ്റ് ലഭിക്കുന്നത് എറണാകുളം സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അസിസ്റ്റൻ്റായിട്ടാണ്. അവിടെ പ്രത്യേകിച്ച് നിത്യസഹമാതാവിൻ്റെ നൊവേന നടക്കുന്ന സ്ഥലമാണ്. ഇന്നത്തേതിലും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു അത്. ഒരു ദിവസം 4-5 നൊവേനകൾ നടത്തണം. അതൊക്കെ മിക്കവാറും ഞാൻ തന്നെ നടത്തിയിരുന്നു. അങ്ങനെ അസീസി കത്തീഡ്രലിൽ 4 വർഷം എനിക്ക് സേവനം ലഭിക്കുവാൻ അവസരം കിട്ടുകയാണ്. അവിടെയും മുൻപറഞ്ഞ ഭാഗ്യം ആവർത്തിച്ചു. സാധാരണ 2 വർഷം മാത്രമാണ് അസിസ്റ്റൻറ്റ് വികാരിമാർക്ക് അവിടെ പദവി കൊടുക്കാറുണ്ടായിരുന്നത്. എനിക്ക് 4 വർഷം ലഭിക്കുകയാണ്. അതിനുശേഷം എനിക്ക് നിയോഗം ലഭിക്കുന്നത് കേരള ടൈംസ് ദിനപത്രത്തിലാണ്.
കേരള ടൈംസ് ദിനപത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചാർജ് ആയിരുന്നു എനിക്ക്. അതായത് എഴുത്തിൻ്റെ വിഭാഗം, എഡിറ്റോറിയൽ ഉൾപ്പെടെ പ്രസ്സിൽ എന്തെല്ലാം അച്ചടിക്കണം, എന്തെല്ലാം അച്ചടിക്കരുത്, പത്രത്തിൽ വരരുത് എന്നുള്ള പ്രത്യേകമായ നിയോഗം എനിക്കായിരുന്നു. അവിടെ 4 വർഷം ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് ഈവനിങ് ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ട് ജേർണലിസം ഡിപ്ലോമ പഠിക്കുകയാണ്, അത് പാസ്സാകുകയാണ്. അങ്ങനെ 4 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം എനിക്ക് വീണ്ടും ഇടവകകളിലേക്ക് അപ്പോയിൻറ്റ്മെൻറ്റ് കിട്ടുന്നു. എറണാകുളത്ത് 4 വർഷത്തോളം കേരള ടൈംസ് ദിനപത്രത്തിൻ്റെ എഡിറ്റർ ഇൻ ചീഫായി സേവനമനുഷ്ഠിച്ച ഫാദർ ജോർജ് അറക്കൽ വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായിരുന്ന ജീവജ്യോതിയുടെ സ്ഥാപനം മുതൽ 20 വർഷം അതിൻ്റെ ചീഫ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചു. വൈദികൻ എന്ന നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ തികഞ്ഞ ധാർമ്മിക ബോധത്തോടെ പ്രവർത്തിക്കാനും ഫാദർ ജോർജ് അറക്കലിന് കഴിഞ്ഞു. എട്ടര വർഷം തേവര സെൻറ് ജൂഡ് ദേവാലയത്തിലും 7 വർഷം ചേരനല്ലൂർ സെൻറ് ജെയിംസ് ദേവാലയത്തിലും 5 വർഷം കലൂർ സെയിൻറ് ആൻ്റണീസ് ദേവാലയത്തിലും ഫാദർ ജോർജ് അറക്കൽ ദീർഘമായ ശുശ്രൂഷ ചെയ്തു. വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരെയും കരുതുവാൻ തൻ്റെ ശുശ്രൂഷാ കാലയളവിൽ ജോർജച്ചൻ പ്രത്യേകം ശ്രദ്ധിച്ചു. അവിടെ നിന്ന് വീണ്ടും തലമാറ്റം കിട്ടുന്നത് കളമശ്ശേരി ഹോളി ഏഞ്ചൽസിലേക്കാണ്. അവിടെ കാർമൽ കോൺവെൻറ്റ് എന്ന സ്ഥലത്തും അതുപോലെ വിയാനി സെമിനാരി എന്നുള്ള സ്ഥലത്തും എനിക്ക് ക്ലാസ്സുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മരിയോളജി, സഭാചരിത്രം, ബൈബിൾ, ഈ 3 വിഷയങ്ങളാണ് ഞാൻ കൈകാര്യം ചെയ്തത്. അങ്ങനെ അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോട്ട്സ് തയ്യാറാക്കുക പതിവുണ്ടായിരുന്നു. അപ്പോൾ ചിലർ എന്നോട് ഗുണദോഷിച്ചു, അച്ഛൻ തയ്യാറാക്കിയിട്ടുള്ള ഈ നോട്ട്സുകളെല്ലാം കൂട്ടിയിട്ട് ഒരു പുസ്തകം എഴുതിക്കൂടെ എന്ന് ഒരു ആശയം പൊന്തി വന്നു. അങ്ങനെയാണ് പുസ്തക രചനയിലേക്ക് തുടങ്ങുന്നത്. അങ്ങനെ കളമശ്ശേരി ഹോളി ഏഞ്ചൽസ് ആയിരിക്കുമ്പോൾ ആദ്യത്തെ പുസ്തകം പുറത്തിറക്കി, മറിയം ദീപകൃപയുടെ യാനപാത്രം. പെരുമാനൂർ കാരുണ്യകൻ പബ്ലിഷേഴ്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് 2 മാസം കൊണ്ട് അച്ചടിച്ച കോപ്പുകളെല്ലാം തീർന്നു. ഉടനെ ആ പുസ്തകം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ശേഖരിച്ചിരുന്ന മറ്റ് ആശയങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് മാതാവിൻ്റെ 2ാമത്തെ പുസ്തകം പുറത്തിറക്കി, മറിയം ദീപകൃപയുടെ ജീവവൃക്ഷം. ആ പുസ്തകവും പെട്ടെന്ന് വിറ്റ് തീർന്നു. ഉടനെ 3ാമത്തെ പുസ്തകം തയ്യാറാവുകയാണ്. ആ പുസ്തകത്തിൻ്റെ പേര് മറിയം ദീപകൃപയുടെ ദീപപ്രഭ. ഈ ദീപപ്രഭ എന്നുള്ള പുസ്തകം നമ്മുടെ ജപമാലയുടെ ലിത്തനിയുടെ വിവരണങ്ങളാണ്. ലോറയത്ത ലിത്തനിയുടെ ദൈവശാസ്ത്രപരമായ വിവരണങ്ങളാണ് ഈ മറിയം ദീപകൃപയുടെ ദീപപ്രഭ എന്നുള്ള പുസ്തകം. അതിനെ തുടർന്ന് 4ാമത്തെ വോളിയം പുറത്തിറക്കി, മറിയം ദീപകൃപയുടെ മഴവില്ല്. മഴവില്ല് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. വലിയ ജലപ്രളയം കഴിഞ്ഞതിന് ശേഷം ആകാശത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെടുത്തി ദൈവം. അതുപോലെ ലോകത്ത് സംഘടിത വിഷമതകളുണ്ടാകുമ്പോൾ മാതാവ് മഴവില്ല് പോലെ സമാധാനത്തിൻ്റെ സന്ദേശവുമായിട്ട് എത്തുന്നു. ഇങ്ങനെ മാതാവിൻ്റെ എല്ലാ സന്ദർശനങ്ങളുടെയും സംക്ഷിപ്ത ചരിത്രമാണ് മറിയം ദീപകൃപയുടെ മഴവില്ല് എന്നുള്ള പുസ്തകം. തുടർന്ന് വേറൊരു പുസ്തകം പുറത്തിറക്കി, കേരള സഭയുടെ ചരിത്രം. ഇന്ത്യയിൽ എങ്ങനെയാണ് ക്രിസ്തുമതം രൂപപ്പെട്ടത്, അതിൻ്റെ വളർച്ച എങ്ങനെ, ഇതെല്ലാം വിവരിച്ചുകൊണ്ടുള്ള
ഒരു സംഗ്രഹമാണ് കേരള സഭയുടെ ചരിത്രം. അക്കാലത്ത് തന്നെ സിസ്റ്റർമാർ, കാർമൽ കോൺവെൻറ്റിലെ സിസ്റ്റർമാർ ആവശ്യപ്പെട്ടത് കൊണ്ട് അവരുടെ സ്ഥാപികയായ മദർ തെരേസയുടെ ഓട്ടോബയോഗ്രഫി, അത് മലയാളം ഒഴിച്ച് മിക്കവാറും എല്ലാ ഭാഷകളിലും തർജ്ജമ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളാണ്. മലയാളത്തിൽ മാത്രം അത് തർജ്ജമ ചെയ്തിട്ടില്ല ആരും. അങ്ങനെ സിസ്റ്റർമാർ പറഞ്ഞപ്പോൾ ആ ദൗത്യവും ഏറ്റെടുത്ത് അങ്ങനെ മദർ തെരേസയുടെ ഓട്ടോഗ്രാഫി പ്രസിദ്ധീകരിച്ചു. 200-250 പേജുള്ള പുസ്തകമാണ്. അതിനെ തുടർന്ന് ഉദയംപേരൂർ സുനോദോസ് എഴുതുവാൻ കാരണം അതിൻ്റെ സാരഥിയായ മെനേസിസ് മെത്രാപ്പൊലീത്ത മരണമടഞ്ഞിട്ട് 400 വർഷം ഈ കഴിഞ്ഞ വർഷം തികയുകയാണ്. ആ ഒരു അവസരം പ്രത്യേകിച്ച് കണ്ടുകൊണ്ടാണ് ഉദയംപേരൂർ സുനോദോസിൻ്റെ പുസ്തകം എഴുതുന്നത്. അതിൻ്റെ പേര് ഉദയംപേരൂർ സുനോദോസ് മാറ്റത്തിൻ്റെ മാറ്റലി. ഉദയംപേരൂർ സുനോദോസ് യഥാർത്ഥത്തിൽ കേരള ക്രൈസ്തവ സഭയുടെ സുപ്രഭാതമാണ്. അതുവരെയും ഇരുളിൽ കിടന്നിരുന്ന സഭയെ ഉണർത്തുന്ന ഒരു വലിയ സംഭവമാണ് ഉദയംപേരൂർ സുനോദോസ്. അതിൻ്റെ സാരഥിയായ മെനേസിസ് മെത്രാപ്പൊലീത്തായുടെ മരണത്തിൻ്റെ 400-ാം വർഷം പ്രമാണിച്ചാണ് പ്രസിദ്ധം ചെയ്തത്. മൈക്കിൾ മാലാഖയും ഇതര മാലാഖമാരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മൈക്കിൾ മാലാഖയും ഇതര മാലാഖമാരും എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇതിനിടയിൽ വേറൊരു പ്രമാദകരമായിട്ടുള്ള പുസ്തകം മദർ എലീശയെക്കുറിച്ച് പ്രസിദ്ധപ്പെടുത്തി. നന്മ കൊണ്ട് മുറിവേറ്റവൾ. മദർ എലീശ വിവാഹിതയായിരുന്നു. 4 വർഷം മാത്രമാണ് അവർക്ക് ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒരു കുഞ്ഞ് ജനിച്ച്, പെൺകുഞ്ഞ്. അതിനെ അവർ വളർത്തി. ആ മകളും അമ്മയും മദർ എലീശയുടെ സഹോദരിയും കൂടി ചേർന്നാണ് ഈ മഠം സ്ഥാപിക്കുന്നത് കൂനമാവിൽ. നന്മ കൊണ്ട് മുറിവേറ്റവൾ എന്നുള്ള ഹെഡിങ്ങോടുകൂടി, ശീർഷകത്തോടുകൂടി ഈ മദർ എലീശയെ സംബന്ധിച്ചുള്ള കോൺവെൻറ്റിൻ്റെ ചരിത്രം പ്രസിദ്ധപ്പെടുത്തുകയാണ്. യൂറോപ്പിൽ ഒരു പ്രാവശ്യം പര്യടനം നടത്തുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടി. ആ അവസരത്തിൽ ലഭിച്ച വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് യൂറോപ്യൻ തീർത്ഥാടനവും ചില കണ്ടെത്തലുകളും എന്നുള്ള പുസ്തകം രചിച്ചു. അതിനിടയിൽ വേറെ ചിലർ ആവശ്യപ്പെട്ടതുകൊണ്ട് എറണാകുളം ലൂർദ് ആശുപത്രിയുടെ ചരിത്രം, ആ പുസ്തകവും പ്രസിദ്ധീകരിച്ചു. പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം DTP ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുഗപ്രതിഭകളായ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് അനുസ്മരിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഒരു കൊല്ലത്തെ സമാഹരിച്ചു കൊണ്ടുള്ള പുസ്തകമാണ് അത്. 130ഓളം വിശുദ്ധന്മാരുടെ സംക്ഷിപ്ത ചരിത്രം അത് ഉൾക്കൊള്ളുകയാണ്. 2 തവണ ഇസ്രയേലിൽ ഹോളി ലാൻഡ്, വിശുദ്ധ നാട് സന്ദർശിക്കുകയുണ്ടായി. ആ സന്ദർശനങ്ങളുടെ അറിവെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബൈബിൾ നാട് തീർത്ഥാടന ജാലകം എന്നുള്ള ശീർഷകത്തിൽ ഒരു പുസ്തകം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. വിശ്രമ ജീവിതത്തിലാണ് എങ്കിലും വിശ്രമമില്ലാതെ പുസ്തകരചനയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സംക്ഷിപ്തമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സൗഭാഗ്യമാണ് എഴുത്തുകാർക്ക്. പ്രിൻറ്റിങ്ങും ടെക്നോളജിയും ഒക്കെ വളരെയധികം വർദ്ധിച്ചു. മൊബൈല്, പിന്നെ കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഷൂട്ടിങ്, ക്യാമറ, ഇതെല്ലാം വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പുസ്തകരചനയുടെ ഇടവേളകളിൽ അറക്കിലച്ചൻ തൻ്റെ സഹോദരങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കാറുണ്ട്. പിതാവിൻ്റെ സ്ഥാനത്തിരുന്ന് അവർക്കെല്ലാം മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കുട്ടികളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാനും ആ സമയമെല്ലാം ജോർജച്ചൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. തന്നെ ദൈവസ്നേഹത്തിലും ഭക്തിയിലും മാതാപിതാക്കൾ വളർത്തിയതുകൊണ്ടാണ് ഒരു വൈദികനായി തീരുവാൻ സാധിച്ചതെന്ന് അറക്കിലച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നു. മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളോട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് അച്ഛൻ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ കുടുംബപരവും വീടുപരവുമായിട്ടുള്ള ചില കാര്യങ്ങൾ അനുസ്മരിക്കുകയാണ്. എൻ്റെ അപ്പൂപ്പന് ഒരേക്കർ സ്ഥലമുണ്ടായിരുന്നു.
ആ ഒരേക്കർ സ്ഥലവും 4 ആൺമക്കളും ഉണ്ടായിരുന്നു. ഈ ഒരേക്കർ സ്ഥലം 4 പേർക്കായിട്ട് വിഭജിച്ചു. അങ്ങനെ വന്നപ്പോൾ എൻ്റെ പിതാവിന് 25 സെൻറ്റ് ലഭിച്ചു. അങ്ങനെ 25 സെൻറ്റിലുള്ള ചെറിയ വീടുമായിരുന്നു എൻ്റെ പിതാവിൻ്റേത്. കൂടാതെ അക്കാലത്ത് വലിയ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പിതാവ് കാർപ്പൻ്റർ ജോലി ചെയ്തിരുന്നു. ചില അവസരങ്ങളിൽ നീലഗിരി മുതലായ ഭാഗത്ത് ജോലിക്ക് പോയിരുന്നു. അങ്ങനെ ഒരു തരത്തിൽ സാധാരണ കുടുംബത്തിൽ ഉള്ളതുപോലെയുള്ള ഒരു ജീവിതചര്യയായിരുന്നു എൻ്റേത്. അതുപോലെ അമ്മയും വലിയ വിദ്യാഭ്യാസം, സാധാരണ വിദ്യാഭ്യാസം 7-8 ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം മാത്രമായിരുന്നു. എങ്കിലും ഒരു പ്രത്യേകത ഞാൻ ഓർക്കുകയാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല ചൊല്ലുന്ന പതിവ് വളരെ നിഷ്ഠയുള്ളതായിരുന്നു. അത് എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുപോലെ മെയ് മാസം വരുമ്പോൾ മാതാവിൻ്റെ മാസവണക്കം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമുണ്ടായിരുന്നു. അന്ന് പുറത്ത് ചുറ്റി നടന്ന് പൂക്കളെല്ലാം പറിച്ച് മാതാവിൻ്റെ നടയിൽ പുഷ്പാർച്ചന നടത്തുന്ന പതിവ് ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയും അപ്പനും സാധാരണ ജീവിതശൈലിയിൽ ഉള്ളവരായിരുന്നു. വലിയ ധനാഢ്യരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ നല്ല ഭക്തരായിരുന്നു. അവർക്ക് യാതൊരു ദുരുശീലവും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെയെല്ലാം മക്കളെയെല്ലാം വളരെ അരുമയോടെ വളർത്തിക്കൊണ്ടിരുന്നു. ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് സന്തോഷപൂർവ്വം കൊണ്ടുപോകുമായിരുന്നു. ഞാൻ സെമിനാരിയിൽ ചേരുവാൻ പോകുന്നു ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു എതിർപ്പും അപ്പൻ പറഞ്ഞില്ല, അമ്മയും പറഞ്ഞില്ല. അതുപോലെ കഴിയുന്ന രീതിയിലെല്ലാം അവർ സഹായിക്കുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അവരുടെ ലളിതമായ ജീവിതം, അതുപോലെ ദൈവ തിരുമനസ്സിനോടുള്ള കീഴ്വഴക്കം, അതുപോലെ എനിക്ക് പൗരോഹിത്യം കിട്ടുന്നത് വരെയുമുള്ള അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം, പ്രാർത്ഥന, ഇതെല്ലാം വളരെ പ്രത്യേകമായിട്ടുള്ള ഒന്നാണ്. യാതൊരു വൈഷമ്യവും കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് 80 വയസ്സിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോഴും അച്ഛന് നിറഞ്ഞ സന്തോഷം മാത്രമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചും യേശുക്രിസ്തുവിലുള്ള രക്ഷയെക്കുറിച്ചും പരിശുദ്ധ മറിയത്തെക്കുറിച്ചും തൻ്റെ വൈദിക ജീവിതത്തിലുടനീളം അനേകർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത് സ്വർഗം സന്തോഷിക്കുന്ന നേട്ടമായി അറക്കലച്ചൻ കരുതുന്നു. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമ്മകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തട